നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെയും സംവിധായകൻ നാദിർ ഷായുടെയും മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ദിലീപിന്റെയും നാദിർ ഷായുടെയും മൊഴിയെടുക്കൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും. ഇപ്പോൾ 8-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ദിലീപിനോടും നാദിർ ഷായോടും സംസാരിക്കുന്നത്? സഹിൻ. നികേഷ്, കൃത്യമായി പറഞ്ഞാൽ 7 മണിക്കൂറും 30 മിനിറ്റുമായി നാദിർ ഷായുടെയും ദിലീപിൻ്റെയും മൊഴിയെടുക്കാൻ തുടങ്ങിയിട്ട്. ഒപ്പം തന്നെ മൊഴിയെടുക്കലിനോടൊപ്പം ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട്. കാരണം ദിലീപ് ആദ്യമേ ഒരു പരാതി നൽകിയിരുന്നു. തന്നെ ചിലർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാട്ടി ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ മൊഴിയെടുത്ത പോലീസ് പിന്നീട് തന്ത്രപൂർവ്വം നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയിൽ ദിലീപിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ദിലീപിൻ്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ ഈ ബാക്കിയുള്ള 6 മണിക്കൂറും ദിലീപിനെ ചോദ്യം ചെയ്യുകയാണ്. അതായത് തന്ത്രപൂർവ്വമാണ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപ് ഒരു പ്രതിയാണോ, അല്ലെങ്കിൽ അതിലൊരു പ്രതികർക്കപ്പെട്ട ആളാണോ, അതുമല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണോ എന്നുള്ള രീതിയിലല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ എന്ന് അറിയാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഗൂഢാലോചനയിൽ ദിലീപ് പങ്കാളിയായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ആദ്യം ദിലീപ് വന്നപ്പോൾ ദിലീപിനെയും നാദിർഷയെയും വെവ്വേറെ മുറികളിലിരുത്തിയായിരുന്നു പോലീസ് മൊഴിയെടുത്തത്. ഒപ്പം തന്നെ നിരവധി ചോദ്യങ്ങളും ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. ആ ചോദ്യങ്ങളെല്ലാം ഇവരോട് ചോദിക്കുകയും ചെയ്തു. പിന്നീട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയാണ് ഈ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ എറണാകുളം റൂറൽ SP AV ജോർജ് അടക്കമുള്ളവരുണ്ട്. ദിലീപ് ആദ്യം പറഞ്ഞത് തനിക്ക് ഇത്തരത്തിലൊരു തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ചിലർ ശ്രമിക്കുകയായിരുന്നു. തൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടിക്ക് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായപ്പോൾ അന്ന് താനടക്കമുള്ളവർ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. പിന്നീട് നവമാധ്യമങ്ങൾ വഴിയും തന്നെ കുറ്റക്കാരനെന്ന് കാണിക്കാൻ ശ്രമിച്ചു. അന്നെല്ലാം ഇത് വെറും ഒരു തമാശയായി മാത്രമാണ് കണ്ടിരുന്നത്. ഒടുവിൽ തൻ്റെ മാനേജറായിട്ടുള്ള അപ്പുണ്ണിയെയും സുഹൃത്തായിട്ടുള്ള നാദിർഷയെയും വിളിച്ച ചിലർ പണം ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇത് കാര്യമാണെന്ന് മനസ്സിലാവുന്നത് അപ്പുണ്ണി തിരിച്ച് ഇതേ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഇത് കാക്കനാട് സബ് ജയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതോടെയാണ് ആരോ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായി മനസ്സിലാവുന്നത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി കൊടുത്തത്. പിന്നീട് താൻ വിദേശ പര്യടനത്തിന് പോയിരിക്കുകയായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം താൻ പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അന്നെല്ലാം പോലീസ് പറഞ്ഞിരുന്നത് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഒടുവിൽ താൻ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ഒരു ഘട്ടത്തിലും തനിക്ക് പറയാനുള്ളത്, തനി ഈ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൽ താൻ പങ്കാളിയല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ദിലീപ് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹിൻ, നമുക്ക് ചോദ്യം ഉത്തരം എന്ന നിലയിൽ മുന്നോട്ട് പോകാം. ഇപ്പോൾ നമുക്കറിയാം 8-ാം മണിക്കൂറിലാണ് ഈ ചോദ്യം ചെയ്യൽ. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ റെക്കോർഡ് അടക്കമുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ടാകും, പോലീസിൻ്റെ കയ്യിലുണ്ടാകും. ഈ രേഖകൾ വെച്ചിട്ടാണോ ദിലീപിനോടും നാദിർ ഷായോടും കാര്യങ്ങൾ ആരായുന്നത്? നികേഷ്, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് പോലീസിൻ്റെ കൈകളിൽ രേഖകളുണ്ട്. ഈ രേഖകളിലൊന്നും തന്നെ ദിലീപ് പൾസർ സുനിയുമായി പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ പൾസർ സുനിയുമായി ഇടപഴകിയതിനോ യാതൊരുവിധ ബന്ധങ്ങളുമില്ല, അല്ലെങ്കിൽ അതിനുള്ള യാതൊരുവിധ തെളിവുകളുമില്ല. എന്നാൽ നടിയുമായി ദിലീപിന് ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില ആധാരങ്ങളടക്കം മുന്നിൽ വെച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ദിലീപിനോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആധാരങ്ങളിലടക്കം ദിലീപിൻ്റെ ഇടപെടൽ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലെല്ലാം ദിലീപ് ഇത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ദിലീപിന് ഇത് അംഗീകരിക്കേണ്ടി വന്നു. നടിയുമായി ചില ഭൂമിപരമായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വന്നു. ആദ്യം ദിലീപ് പറഞ്ഞത് താൻ ഈ നടിയുമായി സൗഹൃദം അവസാനിപ്പിക്കാൻ കാരണം തൻ്റെ കുടുംബ ബന്ധങ്ങളിലുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു നടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസ് കൃത്യമായ രേഖകൾ ദിലീപിന് മുന്നിൽ വെക്കുകയാണ്. ദിലീപിനോട് പറയുകയാണ്, ഈ കാണുന്ന ഭൂമി ഇടപാടുകളിൽ താങ്കൾക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. പ്രമുഖ നടിയുമായി തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നും അതെന്നാൽ ശരിയല്ല എന്ന് ദിലീപ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇനി ആരെങ്കിലും തനിക്കും നടിക്കും സംയുക്തമായി ഭൂമി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് എങ്കിൽ ആ ഭൂമി അങ്ങോട്ട് വിട്ടുകൊടുത്തു കളയാം
അല്ലെങ്കിൽ വിട്ട് മാധ്യമപ്രവർത്തകർക്ക് തരാം, അത് ആരാണോ തെളിയിക്കുന്നത് ആ മാധ്യമപ്രവർത്തകന് തരാം എന്നാണ് ദിലീപ് ആ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ നടിക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവർ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും പറയണമായിരുന്നു എന്ന് നേരത്തെ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. സഹിൻ ഇപ്പോൾ പറയുന്നത് അതല്ല, ചില രേഖകൾ പോലീസിന് മുന്നോട്ട് വെക്കാനുണ്ട് എന്നാണ്. നികേഷ്, അത്തരത്തിലുള്ള രേഖകൾ പോലീസ് മുന്നോട്ട് വെച്ച് ദിലീപിനോട് സംസാരിച്ചു എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വെറും ഒരു മൊഴിയെടുക്കൽ മാത്രമായി ഇതിനെ കരുതാൻ കഴിയുകയില്ല. കാരണം 7.5 മണിക്കൂർ, ഇപ്പോൾ 8ാമത്തെ മണിക്കൂറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു മൊഴിയെടുക്കൽ സാധാരണ പോവുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അവസാനിക്കേണ്ട മൊഴിയെടുക്കലാണ്. എന്നാൽ ഇത് ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ നടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, റിയൽ എസ്റ്റേറ്റ് പരമായി ഇവരുമായി എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ, അത്തരത്തിലുള്ള ആലുവ കേന്ദ്രീകരിച്ചുള്ള ചില ആധാരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഫോൺ കോൾ രേഖകൾ പോലീസ് പരിശോധിച്ചിരുന്നു. എന്നാൽ പൾസർ സുനിയും ദിലീപും തമ്മിൽ സംസാരിച്ചതായി ഒരു രേഖകളും ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്ന് പോലീസ് ശക്തമായി തന്നെ സംശയിക്കുന്നു. അതിനുള്ള കാര്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. സഹൻ, ഈ ചർച്ചയിൽ പൂർണ്ണമായും ആവശ്യമുണ്ട്. സഹന്റെ പിന്നിൽ പോലീസുകാരുടെ അനക്കങ്ങളും കാണാം. ഒരുപക്ഷെ അല്പസമയത്തിനകം ദിലീപ് പുറത്തേക്ക് വരും, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കും എന്നുള്ളത് നമുക്ക് അനുമാനിക്കുകയും ചെയ്യാം. സജിത മഠത്തിൽ നടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സജിത മഠത്തിൽ, നാളെ അമ്മയുടെ ജനറൽ ബോഡി ചേരുകയാണ്. വിമൻ കളക്റ്റീവ് പൂർണ്ണമായും ആ യോഗത്തിൽ പങ്കാളികളാകുന്നുണ്ടോ? WCC ഉള്ള മെമ്പേഴ്സിൽ കുറെ പേര് അമ്മയിലെയും മെമ്പേഴ്സ് ആണല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് സമയമുണ്ടെങ്കിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. മഞ്ജു വാര്യർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്നിപ്പോൾ വാർത്തയായി പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു തീരുമാനമല്ല, വിമൻ കളക്റ്റീവിൻ്റെ ഒരു തീരുമാനമല്ല. തീർച്ചയായിട്ടും അല്ല. ഈ യോഗത്തിൽ ഇപ്പോൾ ദിലീപിൻ്റെതായാലും പ്രമുഖ നടിയുടേതായാലും വിഷയം ഉയർന്നു വരാനിടയുണ്ടോ, അല്ലെങ്കിൽ അത് ഉയർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അജണ്ടയാണോ, വിമൻ കളക്റ്റീവിൻ്റെ അജണ്ടയാണോ? അല്ല. ഒരു പ്രമുഖ നടിക്ക് ഈ നിലയിൽ ഒരു ദുര്യോഗം സംഭവിച്ചിട്ട് ആ വിഷയം അമ്മ പോലെ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ അതിനെന്താണ് യുക്തി? തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അത് ആ സംഘടനയിൽ ഇരിക്കുന്ന ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത്, ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, പിന്നെ അതേ സംഘടനയിലുള്ള ആളുകൾ തന്നെ ആ പെൺകുട്ടിയെ വീണ്ടും വിക്ടിമൈസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. അതിനെതിരെ തീർച്ചയായിട്ടും സംഘടനയ്ക്കകത്ത് നിന്ന് ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു വാണിംഗെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് അജു വർഗീസ് നടിയുടെ പേര് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നു. സലിം കുമാർ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് പറയുന്നു. ദിലീപ് ഈ നടിക്കും പൾസർ സുനിക്കും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവർക്കെതിരെ നടപടി വേണം. അമ്മ നടപടി എടുക്കണം. അമ്മ നടപടി എടുക്കണം. ഞാൻ അമ്മയിലെ മെമ്പറല്ല, അതുകൊണ്ട് തന്നെ അമ്മ നടപടി എടുക്കണം എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള WCCയുടെ പ്രവർത്തകർ അവസരം കിട്ടുകയാണെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു അവസരത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ടോ? ജനറൽ ബോഡിയിൽ സ്വാഭാവികമായും കഴിഞ്ഞ 1 വർഷ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് വിമൻ കളക്റ്റീവിൻ്റെ ലക്ഷ്യമായി മാറേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു സംഘടനാ രൂപം അതിന് ഇല്ല എന്ന് എനിക്കറിയാം. അത്തരം കാര്യങ്ങൾ അറിയുന്നവർ തന്നെയാണ് WCCയുടെ പ്രവർത്തകർ എന്ന് പറയുന്നത്. അവരത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുകയും ഈ നടിക്ക് എന്താണോ പ്രാഥമികമായി ഉണ്ടായിട്ടുള്ളത് അക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ശക്തമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്, ഈ നടിക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളത്, പിന്നീട് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു നടിയെ വീണ്ടും ചില പ്രശ്നങ്ങളിലാക്കുന്നതിന് സഹപ്രവർത്തകരായ നടന്മാർ ഈ നിലയിൽ ഇടപെടുന്നത്, ഇതെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു കളക്റ്റീവായിട്ടുള്ള വ്യൂ. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഈ കൂട്ടായ്മയ്ക്ക്, വിമൻ കളക്റ്റീവ് എന്ന കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ അംഗങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞങ്ങളുടെ കഴിഞ്ഞ പ്രസ്താവന അനുസരിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേ പൊസിഷൻ തന്നെയാണ് ഈ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും അവരത് ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ സജിത ചലച്ചിത്ര സംഘടനകളിൽ സജീവമായിട്ടുള്ള ആളാണ്, ചലച്ചിത്ര രംഗത്ത് ഒരു നടി എന്നുള്ള നിലയിലെത്തും സജീവമായിട്ടുള്ള ആളാണ്. ഇവിടെ നോക്കൂ, ഒരു പ്രമുഖ നടിക്ക് നടു റോട്ടിൽ വെച്ച് വലിയ തരത്തിലുള്ള ക്രൂരപീഡനം ഏൽക്കേണ്ടി വരുന്നു. അത് ശരിയാണ്. ഒന്നാമത്തെ ദിവസം അക്കാര്യത്തിലൊരു ചലനമൊക്കെ ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ നിന്ന്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും അത് ചില നടന്മാരുടെ മേലുള്ള ആരോപണമായി ഉയർന്നു വരുമ്പോൾ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്, പിന്തുണ കിട്ടുന്നത് യഥാർത്ഥത്തിൽ നടന്ന അങ്ങനെ ഇങ്ങനെ സിനിമാ രംഗത്തെ സംഘടനകൾ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന തന്നെ ഒരു പുരുഷ മേധാവിത്വ സംഘടനയാണെന്ന് തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ ഒരു ഫോട്ടോ കാണുകയായിരുന്നു ടെക്നീഷ്യൻസിന്റെ ഒരു മീറ്റിംഗിന്റെ. അതിലെല്ലാം പുരുഷന്മാരാണുള്ളത്. അപ്പൊ അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. കേരളത്തിലെ സിനിമാ മേഖല എന്ന് പറയുന്നത് സ്ത്രീകൾ എണ്ണത്തിൽ വളരെ കുറവുള്ള ജെൻഡർ സെൻസിറ്റീവ് അല്ലാത്തൊരു സ്ഥലമാണ് എന്നുള്ളതിൽ അവർക്ക് പോലും സംശയം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നമുക്കതിൽ സംശയം? അതെ, ശരിയാണ്. പക്ഷെ പല സംഘടനകളിലും അങ്ങനെയാണെങ്കിൽ പോലും സ്ത്രീ വിഷയം വന്നാൽ അതിനകത്ത് ആത്മാർത്ഥമായി ഇടപെടാറുണ്ട്. ഇവിടെ അതുമില്ല. ഞാൻ പറയില്ല. കുറെ സഹോദരന്മാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സെൻസിറ്റീവായിട്ട് ഇടപെടുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ തുടക്കത്തിൽ വളരെ ആയിട്ട് ഇടപെട്ടവർ പോലും പിന്നീട് പ്രതിയാണെന്ന് പലവരും പറയുന്ന തെളിവുകളൊന്നുമില്ലാതെ തന്നെ ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ഈ അവളോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയത്. നമുക്കത് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ നടിയെ കൂടുതൽ വിക്ടിമൈസ് ചെയ്തുകൊണ്ടാവരുത് അത് ചെയ്യുന്നത് എന്ന് മാത്രമായിരുന്നു ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. കാരണം ഇതൊരു ട്രെൻഡാണ്. ഇങ്ങനെ പറയുന്നത് ഒരു ട്രെൻഡാണ്. അത് കേരളത്തിൽ സംഭവിച്ചുകൂടാ. കേരള വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമൊക്കെ നമുക്കറിയാം അങ്ങനെ ചെയ്തുകൂടാ എന്ന് നമുക്കറിയാം. അത് കേസെടുക്കാവുന്ന ഒരു കാര്യമാണ്. ലീഗലി തന്നെ പോവാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയുള്ള കേരളത്തിലെ ഏറ്റവും ക്രീം എന്ന് നമ്മൾ പറയുന്ന സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആണ്. അതൊരു ജെൻഡർ സെൻസിറ്റിവിറ്റി ഇല്ലായ്മയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പ്രതികരിക്കുന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് അക്കാര്യത്തിലൊക്കെ ശ്രീമതി സജിത മഠത്തിൽ താങ്കൾ പറയുന്നതിൽ വ്യക്തതയുണ്ട്. ഇവിടെ ദിലീപാണ് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്നത് തെളിയിക്കാൻ നമ്മുടെ മുമ്പിൽ വസ്തുതകളൊന്നുമില്ല. ചില ചർച്ചകളിൽ ദിലീപിനപ്പുറത്തേക്ക് ചില സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ ഉണ്ട് എന്ന് തോന്നലും ആ നിലയിൽ വലിയ ഒന്ന് ഈ ബൾസ സുനി അടക്കമുള്ളവർ ഡ്രഗ് ഉപയോഗിച്ചിരുന്നു എന്നും ഡ്രഗിൻ്റെ കാരിയറാണ് എന്നുമൊക്കെ ഇപ്പോൾ കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ട്, ഇങ്ങനെ ഡ്രഗ് ഉപയോഗിക്കുന്നവർ തന്നെ ഈ പൾസർ സുനി അടക്കമുള്ളവരെ ഈ നിലയിൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന സംശയങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരാളിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിന് പകരം വ്യത്യസ്തമായ തലങ്ങളിൽ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമുണ്ടോ ശ്രീമതി സജിത? സജിതയിലേക്ക് മടങ്ങിയെത്താം. സഹിനോട് എനിക്ക് ചോദിക്കാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ചത് രേഖകൾ വച്ചിട്ടാണോ ദിലീപുമായും നാദിർ ഷായുമായും പോലീസ് സംസാരിക്കുന്നത് എന്നാണ്. സഹിൻ പറഞ്ഞത് ആധാരമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദിലീപ് ആരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ദിലീപ് തുടക്കത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള വീട്ടിൽ നിന്ന് ആലുവയിലുള്ള പോലീസ് ക്ലബിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങളുടെ മാധ്യമ വിചാരണയ്ക്ക് ഞാനില്ല, ഞാൻ പോലീസിനോടും കോടതിയോടും ചില കാര്യങ്ങൾ പറയും, എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ്റെ മൊഴിയെടുക്കുന്നത് എന്നാണ്. അതിന് അകത്തൊരു നിശ്ചയദാർഢ്യമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ് എന്ന്. സഹന അറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ പല പേരുകളും കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ദിലീപിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ ദിലീപ് അല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ വശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിലീപ് ആരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും പേര് പറയുന്നുണ്ടോ? രണ്ട്, അങ്ങനെയാണ് എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്ന് ഇന്ന് ദിലീപും നാദിർ ഷായും ആലുവ ക്ലബിലെത്തിയതുപോലെ
വരും ദിവസങ്ങളിൽ കുറേയധികം സിനിമാക്കാർക്ക് അങ്ങനെ വരേണ്ടി വരുമോ? നികേഷ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരണം സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഈ സമയങ്ങളിലെല്ലാം അവർ പറഞ്ഞത് ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ദിലീപ് വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തന്നെ ആരും പിന്തുണയ്ക്കേണ്ട കാര്യമില്ല, ഇതിൽ തനിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും നിഷ്പ്രയാസം ഇറങ്ങി വരാൻ തനിക്ക് കഴിയും എന്ന് തന്നെയാണ് ദിലീപ് പറഞ്ഞത്. പക്ഷേ പുറമെ നിന്ന് ആളുകൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂടരുത് എന്നാണ് ദിലീപ് അവരോട് പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ദിലീപ് മൊഴി നൽകിയിരിക്കുന്നത്. തനിക്ക് ഈ കേസിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, തന്നെ ചിലർ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ്, മാധ്യമങ്ങളിലൂടെ തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന് മലയാള സിനിമയിലെ ചില പ്രമുഖർക്ക് അതിൽ പങ്കുണ്ട്, ഇത് ആരെല്ലാമാണെന്ന് പോലീസ് ചോദിച്ചിരുന്നു. ചില വ്യക്തികളുടെ പേരുകൾ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമ്മൾക്ക് ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതുവരെ ഈ പേരുകൾ പറയാതിരിക്കുകയാണ്. എന്നാൽ ദിലീപ് 3 പ്രമുഖരുടെ പേരുകൾ പറഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സിനിമയിലെ തന്നെ ചില പ്രമുഖർ തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു, അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്നു എന്ന് തന്നെയാണ് ദിലീപ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദിലീപിന് ഈ 6 മണിക്കൂറോളമാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം പൾസർ സുനിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു, ഗൂഢാലോചനയിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ദിലീപിനെ മുന്നിലേക്ക് ഉദ്യോഗസ്ഥർ എറിഞ്ഞു കൊടുത്തതെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് മനസ്സിലാകാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ദിലീപിനെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഘട്ടങ്ങളിലെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഗൂഢാലോചനയ്ക്ക് എന്തെങ്കിലും പങ്ക് ദിലീപിനുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വ്യഗ്രത തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 8 മണിക്കൂറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും എല്ലാമായി 8 മണിക്കൂറാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ ഒരു സമയത്തെല്ലാം ദിലീപിനെ നാദൃശയെയും ആദ്യ 2 മണിക്കൂറിൽ മാറ്റിയിരുത്തി വെവ്വേറെ മുറിയിലിരുത്തിയായിരുന്നു മൊഴിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുമിച്ചിരുത്തിയാണ് രണ്ടുപേരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും. നികേഷ്, സഹൻ ആന്റണി ആലുവയിലെ പോലീസ് ക്ലബിൽ നിന്നും സഹൻ്റെ ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ദിലീപിന് 8 മണിക്കൂറിലേക്ക് നീളുകയാണ്. ഒരു ക്രിമിനൽ കുറ്റത്തിന് ഈ നിലയിലുള്ള ചോദ്യം ചെയ്യലുകൾ ഒരുപക്ഷേ സ്വാഭാവികമായിരിക്കും, താങ്കളുടെയൊക്കെ പരിചയത്തിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ദിലീപിന് ഇക്കാര്യത്തിലൊരു പങ്കാളിത്തമുണ്ട് എങ്കിൽ ഇതിൻ്റെ ശേഷിപ്പുകൾ ഇല്ലാതിരിക്കുമോ? ഇപ്പോൾ പൾസർ സുനി ഉപയോഗിച്ചിരുന്ന ഈ ക്രൈം നടത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഫോണെല്ലാം തന്നെ, ഫോൺ നമ്പറുകൾ ഏറ്റവും കുറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ജയിലിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊടുത്ത ഫോൺ നമ്പറുകൾ, അതും അതിൻ്റെ എക്യുപ്മെൻ്റ് അടക്കം പോലീസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വിശദമായ ഒരു അന്വേഷണം വേണമെങ്കിൽ എന്താണ് താങ്കൾ സംശയിക്കുന്നത്? അല്ല, ഇതിപ്പോൾ പോലീസ് ഒരു ദിലീപ് എന്നല്ല ആരെ ചോദ്യം ചെയ്താലും ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള എവിഡൻസസ് എല്ലാം അവർ കളക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ആയിട്ടും എല്ലാം എടുത്തു വെക്കും. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്ന ആളോട് ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ വേർഷൻ ഇതേ ഇഷ്യൂസിൽ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേർഷൻ വരും. ഇവിടെ കോൺട്രാഡിക്ഷൻസ് എവിടെയെങ്കിലും വന്ന് കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. ആ കോൺട്രാഡിക്ഷൻസ് പിടിച്ചുകൊണ്ട് പുതിയ ചോദ്യങ്ങളിലേക്ക് പോകും. ഇവിടെ പ്രശ്നം അതല്ല, ഇപ്പോൾ ദിലീപിനെ പോലെ ഒരാളെ പ്രതി ചേർക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു പക്ഷേ ആകാൻ സാധ്യതയില്ലാന്ന് ഞാൻ കരുതുക. കാരണം വെച്ചാൽ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരാളെ പ്രതി ചേർക്കില്ല. കാരണം വളരെ ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഇതുപോലെ ഈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഡിഫമേറ്ററി ആയിട്ടുള്ള ആക്ഷൻ നടത്തുകയും അദ്ദേഹം അക്യൂറ്റ് ചെയ്ത് പോവുകയും ചെയ്താൽ അതിനുണ്ടാകുന്ന ഡാമേജും വളരെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതി ചേർക്കണമെങ്കിൽ എല്ലാ എവിഡൻസും അവർക്ക് വേണം. അപ്പോൾ അതിന് എന്തെങ്കിലും കോൺക്രീറ്റ് എവിഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന് ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ വേണ്ടി വരും. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ദിലീപിന് എന്തെല്ലാം ഡിഫൻസോടെ പറയാൻ സാധിക്കുമോ അതെല്ലാം അവർ കേട്ട് ദിലീപ് അല്ല എന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അല്ല, അതിന് തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരാളെ, ഈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളെ അനാവശ്യമായി പ്രതി ചേർക്കരുതെന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം ആഗ്രഹിക്കുന്നതിലും തെറ്റില്ല. കാരണം സാധാരണക്കാരെ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക് ഇവർക്ക് ഒരേ നിയമം അല്ലെന്ന് ചോദിച്ചാൽ ഇവരെ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൺവിക്ഷൻ മേടിക്കണം. എല്ലാ തെളിവുകളും വെച്ച് ട്രയൽ നടത്തി ഇവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തൊരു വീഴ്ച പ്രതി ചേർത്ത് പോയാൽ. അപ്പോൾ അങ്ങനെ ഒരാളെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് കോൺക്രീറ്റ് എവിഡൻസ് അവർക്ക് കിട്ടേണ്ടി വരും. അതിനുവേണ്ടി ഇനിയിപ്പോൾ ദിലീപിനെ എല്ലാ ദിവസവും വിളിച്ച് ചോദ്യം ചെയ്യാവുന്ന ആളല്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാ പ്രിപ്പറേഷനോടും കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. 2 ഇപ്പോൾ ചോദിച്ചു എന്ന് പറയുന്നില്ലേ, 2 ഇപ്പോൾ പിന്നെ നാദൃഷയോട് ചോദിച്ചു, ദിലീപിനോട് ചോദിച്ചു. ഇവർ രണ്ടുപേർക്കും അവർക്കറിയാവുന്ന വിഷയങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അറിയാം. രണ്ടുപേരെയും വേറിട്ട് ചോദിച്ചതിന് ശേഷം രണ്ടുപേരുടെയും സംസാരത്തിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് രണ്ടുപേരെ ഇരുത്തി ചോദിക്കാം. ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ കോൺട്രാഡിക്ഷൻസ് കണ്ടെടുത്ത് കഴിയുമ്പോഴാണ്
അവർ അതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ പോകേണ്ടി വരും. ആ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ദിലീപിനെതിരെ അക്യൂസ്ഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്. ദിലീപിന് പങ്കാളിത്തം ഉണ്ട് എങ്കിൽ ഈ പറയുന്ന വിധത്തിൽ ഒരു രേഖാപരമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ ഈ നടി ഉപയോഗിച്ച കാറ് ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് പൾസറിനെ ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർ സമീപിച്ചു ഈ നടിയെ കൊണ്ടുവരാൻ? പൾസർ അത് നിഷേധിച്ചു. അപ്പോൾ വേറൊരു ഡ്രൈവറെ ഉപയോഗിച്ചു. പൾസർ അങ്ങോട്ടേക്ക് കയറി. അത് കഴിഞ്ഞതിന് ശേഷം പൾസർ ആദ്യം ടെലിഫോണിൽ സംസാരിക്കുന്ന ആൾ അത് സംസാരിക്കുന്ന സമയത്ത് മിഷൻ സക്സസ്ഫുൾ എന്നാണ് പറയുന്നതെന്ന് ഈ നടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇതിനകത്തുണ്ട്. ഈ എവിഡൻസ് എല്ലാം പരിശോധിക്കുമ്പോൾ പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് ദിലീപ് ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ദിലീപ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടായിരുന്നു? അല്ല, ദിലീപിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തെ പോലെ ഒരാൾ പ്രതിയാണെങ്കിൽ പ്രതി ചേർക്കണം, പ്രതി അല്ലെങ്കിൽ പ്രതി അല്ലാതെ എന്ന് ഡിക്ലെയർ ചെയ്ത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. കാരണം അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമത്തെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യം ഇതെല്ലാം പൾസർ സുനിയുടെ മൊഴി മാത്രമേ ഉള്ളൂ. പൾസർ സുനിയുടെ ഫോൺ ഇവിടെ കിട്ടിയിട്ടില്ല. ഇനി ഫോൺ നമ്പർ ട്രേസ് ചെയ്യുമ്പോഴും ഒരുപക്ഷെ ദിലീപിൻ്റെ നമ്പർ അതിനകത്ത് ഉണ്ടാകണമെന്നില്ല. അത് ദിലീപിൻ്റെ നമ്പറിലേക്ക് പൾസർ സുനി ആ മൊമെൻറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഇവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ പൾസർ സുനി ഏതൊക്കെയോ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ച നമ്പറിൽ ഒന്നിൽ പറഞ്ഞിരിക്കുന്നു മിഷൻ സക്സസ്ഫുൾ എന്ന വാക്ക് പറഞ്ഞിരിക്കുന്നു. അത് കേട്ടയാൾ, ആ നമ്പർ കയ്യിലെടുത്തയാൾ ആരാണെന്ന് പോലീസിന് ഐഡൻറ്റിഫൈ ചെയ്യാം. അദ്ദേഹം പറയുന്നത് ഈ നമ്പറിൽ ആ സമയത്ത് ദിലീപാണ് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അത് മതിയാവും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ആ പറഞ്ഞതിൻ്റെ പേരിൽ ദിലീപിനെ അതിനകത്ത് ചേർക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ആണ്. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പോകുമ്പോൾ ഇനീഷ്യലി മോട്ടീവിലേക്ക് പോകണം. ദിലീപിന് അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടാകാൻ കാരണം എന്താണ് ദിലീപിന് ഈ പർട്ടിക്കുലർ നടിയോടുള്ള വിരോധം? ആ വിരോധം ഉണ്ടെങ്കിൽ അതായത് ഈ ആധാരം കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് റിലവൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് അവർ തമ്മിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മോട്ടീവ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇത്തരം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ചോദിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലൊക്കെ അദ്ദേഹത്തെ സഹായിക്കപ്പെടുമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള മുഴുവൻ കാര്യം അദ്ദേഹം പറഞ്ഞില്ലേ, മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നതിന് പകരം ഞാൻ പോലീസിലും കോടതിയിലും പറയും. അത് പറയാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഒരു കാരണവശാലും അദ്ദേഹം അതിൽ കക്ഷി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നടപടിക്രമം തന്നെ അവർ ചെയ്യുന്നത്. പക്ഷേ പ്രതിയാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും എവിഡൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും ഒഴിവാക്കാനും പാടില്ല. കാരണം അവിടെയാണ് അമ്മയെപ്പോലുള്ള സംഘടനകളുടെ കാര്യമൊക്കെ പറഞ്ഞ പ്രസക്തി. അമ്മയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. സംഘടനയുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ സംഘടനയിലെ ഒരു അംഗമായ ഒരു പെൺകുട്ടിക്ക് ഒരു അക്രമം ഉണ്ടാകുന്നു. അന്വേഷണം വന്ന് ആ സംഘടനയിലെ പ്രമുഖനായ ഒരു അംഗത്തിലേക്ക് അന്വേഷണം വരുന്നു. അപ്പോൾ ഈ അംഗം അത് ചെയ്തോ ഇല്ലയോ എന്ന് അവർക്ക് ഉറപ്പില്ല. അവർക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവർ തൽക്കാലം പ്രതി ചേർക്കാൻ ആരും പ്രതി വരട്ടെ, അദ്ദേഹം ദിലീപാകട്ടെ അല്ലാതിരിക്കട്ടെ, അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായം പറയാതെ പെൺകുട്ടിയെ ആക്രമിച്ചത് ആരായിരുന്നാലും അവരെ ശിക്ഷിക്കപ്പെടുന്നതിന് ഈ സംഘടന ഉണ്ട് എന്നുള്ള നിലപാടെടുക്കണം. പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ പ്രവൃത്തിയിലും അവരുടെ സംസാരത്തിലും അവരാരോടെങ്കിലും കോൺടാക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇടപെടില്ല, അതിനകത്ത് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടപെടലും ഇല്ലെങ്കിൽ സത്യം പുറത്തു വരും. ഇടപെടൽ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രമുഖ നടൻ അതിനകത്ത് ഉണ്ടായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും പാടുപെട്ട് അധ്വാനിച്ച് ഇത്രയും ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിമിനെ നശിച്ചു പോകാൻ പാടില്ല. ഇദ്ദേഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഉണ്ട് എങ്കിൽ അത് ആരായിരുന്നാലും അവരെ പുറത്തു കൊണ്ടുവരണം. അത് പോലീസ് ചെയ്യട്ടെ. ലേബി സജീന്ദ്രൻ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ലേബി, അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ കൊച്ചിയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു യോഗം? അല്പം മുമ്പാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങിയത്. ഇതിൽ പ്രധാനപ്പെട്ടവർ എല്ലാവരും തന്നെ അമ്മയുടെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ഇന്നസെന്റ് ഇവിടെയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ കോടതിയിൽ ഇരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദിലീപ് ഇവിടെ എത്തുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുമില്ല. എങ്കിലും അവിടെ നിന്ന് ചോദ്യം ചെയ്യൽ കഴിയുന്ന മുറയ്ക്ക് ദിലീപ് എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അമ്മയുടെ ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെ അമ്മ യോഗത്തിൽ ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യം രമ്യ നമ്പീശന്റേതാണ്. രമ്യ ഇക്കാര്യത്തിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ രമ്യയുടെ ഒരു സാന്നിധ്യം എല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്നാൽ രമ്യ എത്തിച്ചേർന്നിട്ടില്ല യോഗത്തിൽ. കുക്കു പരമേശ്വരനുണ്ട്. ഇതിൽ എക്സിക്യൂട്ടീവിൽ 12 അംഗ എക്സിക്യൂട്ടീവിൽ 2 സ്ത്രീകളാണുള്ളത്. ഇതിൽ കുക്കു മാത്രമേ ഇതിൽ എത്തിച്ചേർന്നിട്ടുള്ളൂ. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യില്ല എന്ന് ഇന്നസെന്റ് ഔദ്യോഗികമായി പറയുമ്പോഴും സ്വാഭാവികമായും നാളെ നടക്കുന്ന ജനറൽ ബോഡിയുടെ അജണ്ട രൂപീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലേബിയിലേക്ക് ഞാൻ തിരിച്ചു വരാം. സഹിൻ, ഇതാ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പൾസർ സുനി പറയുകയാണ് ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഇന്ന ആളുകളുണ്ട് എന്ന്. വേറെ ചില വാചകങ്ങളിലാണ് എങ്കിൽ തന്നെയും. അപ്പോൾ
യഥാർത്ഥത്തിൽ പൾസർ സുനി ഈ കുറ്റകൃത്യം സമ്മതിക്കുകയാണ്. നിയമത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ പൾസർ സുനി എന്തായാലും പ്രമുഖ നടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ പൾസർ സുനിക്ക് പോലും നിഷേധമില്ല, ഇങ്ങനെ ഒരു കത്തെഴുതുന്നതിലൂടെ, ഇത്തരം ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെ. അപ്പോൾ ആരാണ് ഗൂഢാലോചന എന്നത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് അക്കാര്യത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ദിലീപ്, അല്ലെങ്കിൽ ദിലീപിന് എതിരാളികളായ ആരോ ഉണ്ട്. ദിലീപിന് എന്തായാലും ഇങ്ങനെ ഒരു അക്രമ സംഭവം നടന്നിട്ടുണ്ട്, അതിൻ്റെ ചില ഭാഗം ദിലീപിൻ്റെ തലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ദിലീപിനെ അതിൽ പെടുത്തിക്കളയാമെന്ന് പറഞ്ഞ് ദിലീപിൻ്റെ ശത്രുക്കൾ. അപ്പോൾ സിനിമയിലെ കാണുന്നത് പോലെ വലിയൊരു ക്ലൈമാക്സിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ രണ്ടിലേതാണ് എന്നത് സംബന്ധിച്ചൊരു നിശ്ചയം നൽകാൻ പോലീസിന് ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ കഴിയുമോ? നികേഷ്, ഇതിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ കേസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നടിയെ ആദ്യ ദിവസം തൃശ്ശൂരിൽ നിന്നും കൂട്ടാൻ പോയത് ഈ നടി അഭിനയിച്ചുകൊണ്ടിരുന്ന പടത്തിൻ്റെ സംവിധായകൻ്റെ ഭാര്യയുടെ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. സാധാരണ സെറ്റുകളിൽ ഓരോ കാറുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ സെറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്വകാര്യ വ്യക്തിയുടെ കാറാണ് ഇതിന് ഉപയോഗിച്ചത്. അതായത് സംവിധായകൻ്റെ ഭാര്യയുടെ കാറാണ്, അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അന്ന് ഈ കാർ ഉപയോഗിച്ചപ്പോൾ തന്നെ ഈ സിനിമാ സംഘടനകളിൽ വലിയ തർക്കമുണ്ടായിരുന്നു. പിന്നീട് ഈ പൾസർ സുനിയെ ഈ സെറ്റിലേക്ക് വന്നപ്പോഴും ഈ പൾസർ സുനിക്ക് കൃത്യമായ ലൈസൻസ് ഇല്ലാത്ത ഒരു ഡ്രൈവർ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഡ്രൈവറെ കൊണ്ടുവന്നതിലും ആക്ഷേപമുണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം പല വ്യക്തികളിലേക്കും പോലീസിൻ്റെ അന്വേഷണം നീളുകയുമുണ്ടായി. ഇവർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ളത്. പിന്നെ മറ്റൊന്ന്, പോലീസ് പൾസർ സുനി ഒരു ക്രിമിനൽ ആണ്, അദ്ദേഹത്തിന് ഏത് വിധേന വേണമെങ്കിലും ദിലീപിനെ പോലെയുള്ള ഒരു നടനെ കൊടുക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇതിൽ പണം ആവശ്യപ്പെട്ട പൾസർ സുനി ഒരു കത്ത് എഴുതിയിരുന്നു. ഈ കത്തിൽ ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് പൾസർ സുനി നടത്തിയിട്ടുള്ളത്. ആ കത്ത് വായിക്കുന്ന ആർക്കും ഇക്കാര്യം നിന്ന് വ്യക്തമാകുന്നതുമാണ്. ഈ പൾസർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇത് പ്രധാനപ്പെട്ടതല്ലേ? ഒന്നുകിൽ ദിലീപ്, അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാൻ വേറൊരു ചെല്ല. ഇതെന്തായാലും ദിലീപ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ചർച്ചയിലൊക്കെ പറയുന്നത്, ഇതെന്തായാലും ഞാൻ വിടാൻ പോകുന്നില്ല, എൻ്റെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഞാനല്ല, അച്ഛനല്ല ഇതിൽ കുറ്റവാളി എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ദിലീപ് അല്ല എങ്കിൽ ദിലീപ് അത് പ്രൂവ് ചെയ്തേ തീരൂ. കാരണം ദിലീപിന് ഇത്രയും നഷ്ടമുണ്ടായിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ദിലീപിനെ പ്രതി ചേർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും, അല്ലെങ്കിൽ ദിലീപിനെതിരായി പ്രവർത്തിക്കുന്നവർ, അത് ചെറിയ തോതിലാണെങ്കിൽ പോലും അവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരില്ലേ? അല്ല, ഞാൻ കോൺസ്പിറസി ഉണ്ടെങ്കിൽ, ദിലീപിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നത് ഇപ്പോഴാണല്ലോ, കോൺസ്പിറസി ഉണ്ടെങ്കിൽ, ആരെങ്കിലും അബറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് അല്ലെങ്കിൽ അത് ദിലീപിനെ കൊടുക്കാനുള്ളവർ മാത്രമാകണമെന്നില്ല. പിന്നെ ഈ നടിയോട് എതിർപ്പുള്ള വേറെ ആരെങ്കിലും വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേച്ചത്തിന് വേണ്ടിയിട്ട് ചെയ്തവരോ ആകാം. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ദിലീപിനെ കൊടുക്കാനുള്ള ആളുകൾ എൻട്രി ഉണ്ടെങ്കിൽ ആ എൻട്രി ഉണ്ടായിരിക്കുന്നത് ഈ കത്തയച്ച സമയത്താണ്. അതായത് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ ഒന്നാം പ്രതി ഒരു കത്തയക്കുന്നു. ആ കത്തിൽ ദിലീപിനോടുള്ള അടുപ്പം കാണിക്കുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ അടുപ്പം കാണിക്കുന്നു എന്ന് പറയുന്നത് ഒന്നുകിൽ അടുപ്പം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അടുപ്പമൊക്കെ ഭാവിക്കുന്നു. ഈ ഭാവിക്കുന്ന തരത്തിൽ കത്തെഴുതുകയും അത് പബ്ലിഷ് ചെയ്യപ്പെടുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യുന്നുണ്ട് അറ്റംപ്റ്റ് നടത്തുകയും ചെയ്യുന്ന വേറൊരാളുണ്ട്. അവർക്കൊരു പക്ഷേ ഈ നടിയെ ആക്രമിച്ചതിൻ്റെ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ടാകണം. അപ്പോൾ ഒന്ന്, നടിയെ ആക്രമിച്ചതിൽ ഗൂഢാലോചനയുണ്ടോ? പൾസർ സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ഘട്ടം, ഇതിൻ്റെ കുറ്റപത്രം കൊടുത്തതിന് ശേഷം ആരാണ് പൾസർ സുനിയെ നടിയെ ആക്രമിക്കാൻ വിട്ടയച്ചത്? അത് ദിലീപാണോ? ഒന്ന്. രണ്ട്, ഇനി ദിലീപൊന്നും അല്ല, ദിലീപിനെ ആ നിലയിൽ എന്നാൽ പിന്നെ ഒരു അവസരം കിട്ടിയതല്ലേ, ആക്രമിച്ചു കളയാമെന്ന് പറഞ്ഞു വേറൊരു വിഭാഗം അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇതാണ് അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ 1, 2, 3 എന്ന നിലയിൽ പോലീസിന് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ഇപ്പം ഞാൻ പറഞ്ഞ അതായത് ഒരു പ്രതിയാക്കാൻ സാധ്യതയുള്ള ഒരാളെ ഒരു നോട്ടീസ് കൊടുത്ത് സെക്ഷൻ 41A നോട്ടീസ് കൊടുത്തിട്ട് വരുത്തി പിന്നെ മൊഴിയെടുക്കാം. അതേസമയം ഒരു പരാതിക്കാരന് സെക്ഷൻ 160 CRPC പ്രകാരമുള്ള നോട്ടീസ് കൊടുത്ത് മൊഴിയെടുക്കാം. അപ്പോൾ ദിലീപിനെ ഇപ്പോൾ നോട്ടീസുകളൊന്നും കൊടുത്തിട്ടില്ല, ദിലീപിനെ ഫോണിൽ അറിയിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഏത് പ്രകാരമാണ് വിളിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ദിലീപിനെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൻ്റെ അന്വേഷണം വരേണ്ടത് ദിലീപിൻ്റെ പരാതിയിൽ തന്നെയാണ്. അതിൻ്റെ കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 13 അല്ലെങ്കിൽ ഏപ്രിൽ 21 ഈ പറയുന്ന ഡേറ്റുകളിലാണ് വന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് അത് വരും. രണ്ടും രണ്ട് കാര്യങ്ങളാണ്.
അത് അതായത് ഇപ്പോൾ ദിലീപ് പറയുന്നു എൻ്റെ ശത്രുക്കളാണ് എന്നെ കുടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് പോലീസിന് ലഭിക്കുകയാണെങ്കിൽ ദിലീപിൻ്റെ ഏപ്രിൽ 21 പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇടും. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ ഈ നിലയിൽ ദിലീപോ അല്ലെങ്കിൽ വേറെ ആർക്കോ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എങ്കിൽ ആ കുറ്റപത്രത്തിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ആ കുറ്റപത്രത്തിൽ ആരാണോ ഒന്നുകിൽ ഗൂഢാലോചന ഇല്ലാന്ന് കണ്ടെത്തണം, ഗൂഢാലോചന ഉണ്ട് എന്ന പരിശോധന നടത്തിയിട്ട് ആ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് കണ്ടെത്തുക. ദിലീപ് അല്ലെങ്കിൽ വേറൊരാൾ. ദിലീപ് ഇല്ല എന്നാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ വേറൊരാൾ ഉണ്ടാകണമല്ലോ ഗൂഢാലോചന ഉണ്ടെങ്കിൽ. അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാം. അതിനകത്ത് കുറേ പ്രതികളുണ്ടാവും. ഇതിനകത്തെ പ്രതികൾ വ്യത്യസ്തരായ വേറെ ആളുകളായിരിക്കും. ഒരുപക്ഷെ ഇതിനകത്ത് നടിയൊന്നും ഉണ്ടാവില്ല. നടിക്കൊന്നും ഒരു റോളും ഉള്ള കാര്യമല്ല ഈ രണ്ടാമത്തെ കാര്യത്തിൽ. അതിനകത്ത് പൾസർ സുനിയെ ഇത് എത്തിച്ചു കൊടുത്ത വിഷ്ണുവ് ഇവരുമായി കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ ഇങ്ങനെ പറയണമെന്ന് പ്രേരിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിരിക്കും പ്രതി. ദിലീപും നാദിർ ഷാ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിനകത്ത് സാക്ഷികളായിട്ട് വരുന്ന മറ്റൊരു ക്രൈം ആയിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഇദ്ദേഹം നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺസ്പിറസി ആംഗിളിൽ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു കോൺസ്പിറസി ആംഗിളിലുള്ള അന്വേഷണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ക്രൈമിലെ അന്വേഷണം ഇപ്പോൾ നടത്തുന്നുള്ളൂ, മറ്റേത് സെപ്പറേറ്റ് ആയിട്ട് വേറെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവർ വിളിച്ചപ്പോൾ ചിലപ്പോൾ പിന്നെ ദിലീപിനോട് പറഞ്ഞത് നിങ്ങളുടെ കേസ് ഉണ്ടല്ലോ, മൊഴിയെടുത്ത് കളയാം, നിങ്ങൾ വരാതിരിക്കുന്നത് സാധാരണഗതി പോലീസിൻ്റെ ഒരു ഭാഷയാണ്. പിന്നെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ അതാണ് എന്ന് വരുന്ന രീതിയിൽ അവർ ചോദിച്ചു തുടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ കുറച്ച് ഫ്രീ ആക്കി നിർത്തി ചോദിച്ചതിന് ശേഷം എന്തെങ്കിലും കിട്ടുന്നൊക്കെ ഇങ്ങനെ വരട്ടെ എന്ന് വെക്കുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് മാത്രം ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വന്നാലേ ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ആ പറഞ്ഞ് വിളിക്കത്തുള്ളൂ. അതുകൊണ്ട് സഹിൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ ദിലീപ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെടുക്കൽ എന്നാണ്. ആ പരാതിയുടെ മൊഴിയെടുക്കൽ നമുക്കറിയാം എത്ര സമയം നീളാം എന്ന്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 8-ാം മണിക്കൂറിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ദിലീപിൻ്റെ ഏപ്രിൽ 21 പരാതി, നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രം നൽകിയ കേസ്, ഇത് ഒരു ഘട്ടമെന്നുള്ള നിലയിൽ ഓരോ ഘട്ടമെന്നുള്ള നിലയിലാണോ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്? അതോ അവിടെ തുടങ്ങി നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലേക്കും പോലീസ് നീങ്ങുകയാണോ? ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നികേഷ്, ദിലീപിൻ്റെ പരാതിയിൽ മൊഴിയെടുക്കുന്നു എന്ന രൂപേണയാണ് പോലീസ് ദിലീപിനെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ പോലീസ് ആദ്യമേ തന്നെ ചില ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കിയിരുന്നു. അതിന് അദ്ദേഹം മൊഴി കൊടുക്കുന്നതിനിടയ്ക്ക് ഈ ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചുകൊണ്ടിരുന്നു. ADGP B സന്ധ്യ അടക്കമുള്ളവർ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിലേക്കാണ് പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾ ദിലീപിനോട് ചോദിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് 3:30 അല്പം ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും ഈ മൊഴിയെടുക്കൽ നിർത്തിവെച്ചത്. ആ സമയത്ത് മാത്രമായിരിക്കാം ദിലീപിന് താൻ ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തിയത് എന്നുള്ള കാര്യം പോലും മനസ്സിലാകുന്നത്. 8 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഈ സമയത്തും ദിലീപിനോടും നാദിർഷയോടും ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഢാലോചനയിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചില രേഖകൾ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കത്ത് സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നടിയുമായി ഉണ്ടായ പിണക്കം സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം ദിലീപ് പറഞ്ഞിരുന്നത് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരുമായി സൗഹൃദം അവസാനിപ്പിച്ചത്. എങ്കിലും അവരെ താൻ ഒരു വിധത്തിലും ദ്രോഹിക്കാൻ പോയിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലും തുടരുന്നുണ്ട്. നികേഷ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, നടി ആക്രമിച്ച കേസിൽ ദിലീപുണ്ടോ? ഇനി അഥവാ ദിലീപ് ഇല്ല എങ്കിൽ ദിലീപിൻ്റെ പേര് ഇതിൽ കൊണ്ടുവരാൻ ആര് ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാനമായ വിധത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് സജിത മഠത്തിൽ പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനെ പീഡനമേറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിക്ക് എതിരെ സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർ അപമാനിക്കുന്ന വിധത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യ വിഷയം. അത് വിമൻ കളക്റ്റീവ് അവിടെ ഉന്നയിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നടിയുടെ പേര് പറഞ്ഞവർക്ക് എതിരെ കേസെടുക്കണം, നടിയെ അപകീർത്തിപ്പെടുത്തവർക്ക് ചെയ്യണം. സലീം കുമാർ അടക്കം, അല്ലെങ്കിൽ ദിലീപ് പറയുന്നു ബ്ലാക്ക് മെയിൽ ഇവരുമായിട്ടൊക്കെ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന്. ആ നിലയിലുള്ളൊരു കേസിന് കൂടി ഒരു ഇനീഷ്യേറ്റീവ് ഈ ഘട്ടത്തിൽ ഉണ്ടാകാനിടയുണ്ട്. ആ കേസ് ഇപ്പോൾ സെക്ഷൻ 228 എന്ന് പറയുന്ന ഓഫൻസ് 2 വർഷം വരെ ശിക്ഷിക്കാവുന്ന ഒരു ഒഫൻസാണ്. അപ്പോൾ അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി ഈ വിക്ടിമിനെ തേജോവധം ചെയ്യുന്ന കമൻറ്റ് പറഞ്ഞു. ഞാനിപ്പോൾ ദിലീപ് പറഞ്ഞതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്,
അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് ആയിരിക്കും അദ്ദേഹത്തെ കൊണ്ട് അത് പറയിച്ചത്. ഒരു പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷനെ നമുക്ക് ന്യായീകരിക്കുകയും ചെയ്യും. കാരണം ഒരു ഇമോഷൻ മാത്രമാണോ ദിലീപ് അങ്ങനെ ഒരു ഇമോഷനിൽ വേറൊരു കാര്യവും പറഞ്ഞു പോകാതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ആ ടേപ്പിൽ ചില ഭാഗങ്ങൾ കേട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ആരെ കേട്ട് കൂട്ടുകൂടണമെന്ന് എല്ലാവരും ചിന്തിക്കണം. മനസ്സിലായില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ? അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. ആരൊക്കെ? ഈ പറയുന്ന ആൾക്കാർ, ഇപ്പൊ നികേഷ് ജി പറഞ്ഞ ആൾക്കാരൊക്കെ ഒരുമിച്ച് നടന്ന ആൾക്കാരല്ലേ? അക്കാര്യത്തിൽ ദിലീപിന് ഉള്ള ഇൻഫർമേഷൻ എന്റെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളതാണ്. സംവിധായകൻ ലാൽ ആ ഇവരൊക്കെ തന്നെയും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നു. ഭയങ്കര എല്ലാവരും കൂട്ടായിട്ട് അവരവർക്ക് ഒരുമിച്ച് ഗോവയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു, അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു എന്നൊക്കെ ഉള്ളത് എന്റെ അടുത്ത് പറഞ്ഞല്ലേ. അതാണ് അപകടത്തിന് വഴിവെച്ചത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഓരോരുത്തർ നോക്കണ്ടേ. ഞാൻ ആരുമായിട്ട് കൂട്ടുകൂടണം? ഞാൻ എന്തായാലും യുവ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ തയ്യാറുമല്ല. ഞാനത് വളരെ ശ്രദ്ധിച്ചു നടക്കുന്ന ഒരാളാണ്. ആദ്യമൊക്കെ ഇതിൻ്റെ ഗൂഢാലോചന എന്നൊരു ആരോപണം വരുമ്പോൾ തമാശയായിട്ടാണ് എടുത്തത് എന്നും പിന്നീട് അത് ഗൗരവമായി എന്നും ഒക്കെയാണ് ദിലീപ് തുടക്കത്തിൽ തന്നെ പോലീസിനോട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. പൾസർ സുനിയും നടിയും തമ്മിലൊരു ബന്ധമുണ്ട്. ബന്ധം എന്ന് പറയുന്നത് കാർ ഓടിക്കുന്ന പൾസർ സുനിയും നടി എന്ന നിലയിൽ ഇവരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയും. അപ്പോൾ ആരുടെ സെറ്റിലാണിത് വന്നത്? എന്താണ് ആ സെറ്റിൽ നടന്നത്? ഈ സമയത്ത് ആരുടെ കാറിലാണ് പോയിട്ടുള്ളത്? അന്ന് അർദ്ധരാത്രി എന്തൊക്കെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോലീസ് വരുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി ദിലീപ് ചെയ്ത പണിയാണോ ഇത്? അല്ല, ദിലീപ് രണ്ട് കാര്യങ്ങൾ ദിലീപിന് അതിനകത്തൊരു പർപ്പസ് ഉണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. ഒന്ന്, അത് പൾസർ സുനി എന്ന വ്യക്തിക്ക് ഈ പെൺകുട്ടിയോടുണ്ടായ ഇതുകൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കണം. അതായത് വേറൊരു കോൺസ്പിറസി ഒന്നുമില്ല, ഇങ്ങനൊരു കൂട്ടുകൂടൽ കൊണ്ട് മാത്രം ഉണ്ടായതാണ്, വേറെ ആർക്കും അതിനകത്ത് റോളില്ല എന്നതാണ് അതിൻ്റെ ഒരു ഇംപ്രഷൻ. രണ്ടാമത്തെ കാര്യം, ഇതിന് ഈ പുള്ളിക്കാരി ഈ പെൺകുട്ടിയെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ആ പുള്ളിക്കാരുടെ സ്വഭാവത്തെ ദൂഷ്യപ്പെടുത്തി സംസാരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പറയുകയാണ്, അനാവശ്യമായി ഇത്തരം ആളുകളോട് കൂട്ടുകൂടാൻ പാടില്ലായിരുന്നു, അങ്ങനെ കൂട്ടുകൂടുന്ന ആളാണ് ഈ കുട്ടി, അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയും. ഈ രണ്ടാമത്തെ കാര്യം വളരെ പ്രശ്നമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ CRPCയിലെ അമെൻമെൻറ്റ് അല്ല IPCയിലെ അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ഇത് കൂട്ടിച്ചേർത്തതാണ്. ഇതൊരു റിക്വയർമെൻ്റ് ആയിരുന്നു എന്ന് പിന്നെ തോന്നി, പിന്നീട് റേപ്പ് വിക്ടിംസിന് ഇത് റിക്വയർമെൻ്റ് ആണെന്ന് തോന്നി ആഡ് ചെയ്തത്. അതിൻ്റെ മേൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇതിനകത്ത് അദ്ദേഹത്തിന് പേരൊന്നും എടുത്ത് പറഞ്ഞിട്ട്, നിങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ അവരൊക്കെ തമ്മിൽ അങ്ങനെ കൂടി, അതൊക്കെ അന്വേഷിക്കട്ടെ. അതിനുശേഷം ഇന്നലെ ലാല് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും കൂട്ടുകൂടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, ഡ്രൈവർ ആയതുകൊണ്ട് പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ലാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ അല്ലെ പറയാം, എനിക്കിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, സത്യസന്ധമായി എന്നോട് ഇന്ന ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പറഞ്ഞു, അവരെ തേജോവധം ചെയ്യാൻ പറഞ്ഞില്ല, അതൊരു സത്യമായിരുന്നു എന്ന് പറയാം. സത്യമല്ല എന്നുള്ളത് ഇന്നത്തെ ലാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി വരികയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ചും ഒരു കേസ് എടുക്കണം. രണ്ട്, സലീം കുമാർ എഴുതിയ കാര്യം, സലീം കുമാർ പിൻവലിച്ചു എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. സലീം കുമാർ ഡാമേജ് ക്രിയേറ്റ് ചെയ്യാൻ എഴുതി വെച്ച കാര്യവും അത് വലിയ ഡാമേജിങ് ആണ് സാധനമാണ്, അത് വിക്ടിമിന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോലീസ് അതിലേക്ക് എത്തണം. പക്ഷേ ഇപ്പോൾ പോലീസ് സീരിയസ് ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൂഢാലോചനയിൽ തന്നെയാണെങ്കിലും അതിനാണ് പ്രയോറിറ്റി. മറ്റേതും ഇതിനൊരു സബ്സിഡിയറി ആയിട്ട്, ഒരു സപ്ലിമെൻ്ററി ആയിട്ട് നമുക്കതിനെ ആഡ് ചെയ്യേണ്ടതാണ്. ആഡ് ചെയ്യപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ആരുടെയൊക്കെ പേര് ദിലീപ് പറയുന്നുണ്ട് എന്നുള്ളതൊരു വിഷയം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെയും നാദിർ ഷായെയും പ്രതികളായിട്ടുള്ള ആളുകൾ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്, മൊഴിയെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ദിലീപിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ പേരുകൾ വരണം. ആ പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ ഇപ്പോൾ? അല്ല, ദിലീപും നാദിർ ഷായും പറയുന്ന പേരുകൾ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൻ്റെ കോൺസ്പിറസിയുമായി ഒരു ബന്ധവുമില്ല. ആ പേരുകൾ ദിലീപിനെ എക്സ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദിലീപിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് ആരോ കോൺസ്പയർ ചെയ്തു എന്ന ക്വസ്റ്റ്യനിൽ മാത്രമേ ഉള്ളൂ. മറ്റേതിന് ഇവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഇവരാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇവരല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കാം. അല്ല, അതിനകത്ത് വേറെ ആരെങ്കിലും ആണ് എന്ന് ഇവർക്ക് പറയാൻ ഇവരുടെ എവിഡൻസ് ഒന്നും ഉണ്ടാകണമെന്നില്ല, ഇവർക്ക് പറയാനും സാധിക്കത്തില്ല. അപ്പോൾ മറ്റേതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? ഏതാ ആ സാഹചര്യങ്ങളെല്ലാം എന്തുകൊണ്ട് പരിശോധിക്കണമെന്ന് പറയാൻ ദിലീപിന് കഴിയില്ല? ആ സാഹചര്യം അത് പറയാം, അത് തീർച്ചയായിട്ടും പറയും. പക്ഷെ അത് അവർ പരിശോധിച്ച്, ഞാൻ ഒരിക്കലും കരുതുന്നില്ല പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗൂഢാലോചനയിൽ ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ ലീഡ് പിടിച്ച് പോലീസ് 3-4 ദിവസത്തെ ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് കിട്ടിയ എവിഡൻസസ് മേശപ്പുറത്ത് വെച്ചിട്ട് അത് മാറ്റിവെച്ച് ആദ്യം ചോദ്യം ചെയ്യും, അതിനുശേഷം അത് ടേബിളിൽ വെച്ചിട്ട് അത് വെച്ച് കോൺട്രാഡിക്ഷൻ ചോദ്യം ചെയ്യപ്പെടും. അതൊന്നിച്ചിരുന്ന് ചോദ്യം ചെയ്യും, ഒറ്റയ്ക്കും ചോദ്യം. അതാണ് ചെയ്യുന്നതെങ്കിൽ പോലീസ് കറക്റ്റ് ട്രാക്കിൽ തന്നെ ഗൂഢാലോചനയിലേക്ക് പോകാൻ. ഒരു പക്ഷേ അതിന് ദിലീപിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദിലീപിനെ എക്സോസ്റ്റ് ചെയ്ത് അവർക്ക് വിടാം, ഒഴിവാക്കാം.
ഇനി വീണ്ടും ഫർദറായിട്ട് എന്തെങ്കിലും എവിഡൻസ് വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നിരിക്കും, അന്നേരം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ പ്രമുഖനായ ഈ നടനെ അനാവശ്യമായി വലിച്ചഴിക്കേണ്ട, എന്നാൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യണമെന്നുള്ള ശ്രമം നടത്തുന്നത്. അതിനകത്ത് ഒരു അപാകതയില്ല, പുള്ളി അതിനകത്ത് വേദനിക്കേണ്ട കാര്യമില്ല. 8 മണിക്കൂർ ഇരുത്തുന്നു. സഹിൻ, ഇന്നത്തെ മൊഴിയെടുക്കലിന് ശേഷം ADGP ബി സന്ധ്യയാണ് അവിടെ അന്വേഷണത്തിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. ഇന്നത്തോടുകൂടി നമുക്ക് പോലീസ് പുറത്തു വന്ന് ദിലീപിൽ ഇതിൽ പങ്കാളിത്തമുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് അവരുടെ കണ്ടെത്തൽ വെളിപ്പെടുത്താനാകുമെന്ന് കരുതുന്നുണ്ടോ? അതായത് ഇപ്പോൾ അമീറുൽ ഇസ്ലാമിൻ്റെ കേസ്, അതായത് ജിഷ കൊലപാതക കേസും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ADGP ബി സന്ധ്യയാണ്. അത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അഭിഭാഷകരാണ് ഇപ്പോൾ എത്തിയത്. അദ്ദേഹം ഇതിനിടയ്ക്ക് ADGP ബി സന്ധ്യയുമായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പോലീസിന് കഴിയുമോ? അതായത് ദിലീപിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരു വ്യക്തത നൽകാൻ ഇന്ന് തന്നെ പോലീസിന് കഴിയുമോ? നികേഷ, ഒരിക്കലും അത്തരത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തത നൽകാൻ പോലീസിന് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ തിരയുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ദിലീപിനെ പോലീസ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തിൻ്റെ മൊഴി ആദ്യം പോലീസ് രേഖപ്പെടുത്തി, പിന്നീട് പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ 6 മണിക്കൂറിലധികമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ മാത്രം തുടർന്നുകൊണ്ടിരിക്കുന്നു. 1.5-2 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം 6 മണിക്കൂറായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്ന് തന്നെ ഒരു വ്യക്തതയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുകയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ദിവസങ്ങൾ ചിലപ്പോൾ എടുത്തു വരും. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് എന്താണ് ദിലീപ് പറഞ്ഞതിൽ ശരിയോ തെറ്റോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു പോലീസിൻ്റെതായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരാരും തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയില്ല. അവർ ഇതിനുശേഷം മാത്രമേ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ മറുപടികൾ പറയുകയുള്ളൂ. ഈ ഒരു ഘട്ടത്തിൽ ദിലീപ് നിരപരാധിയാണോ എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ദിലീപിന് ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം പോലീസിനെ പറയാൻ കഴിയുകയില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ബ്ലാക്ക്മെയിൽ ആദ്യത്തതും ബ്ലാക്ക്മെയിൽ തന്നെയാണ്. നടിയെ പീഡിപ്പിക്കുക, ഫോട്ടോ എടുക്കുക, പിറ്റേ ദിവസം വിളിക്കാമെന്ന് പറയുക, 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അതിലും ഒരു ബ്ലാക്ക്മെയിലിംഗ് ഉണ്ടല്ലോ. രണ്ടാമത്തേത്, അങ്ങനെയാണെങ്കിൽ ദിലീപ് അതിനകത്തേക്ക് പെട്ടുവരുന്നു എന്ന് കാണുമ്പം എന്നാൽ ദിലീപിൻ്റെ കയ്യിൽ നിന്നും ഒരു 1.5 കോടി രൂപ വാങ്ങാം എന്നുള്ള നിലയിൽ. അപ്പോൾ പോലീസിന് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഒരാൾ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആദ്യം നടി, പിന്നീട് അതിൽ പെട്ടുപോയ ദിലീപ്. ആ ബ്ലാക്ക്മെയിലിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചതെന്ന് പോലീസിന് ആ നിലയിൽ അനുമാനിക്കാവുന്നതേ ഉള്ളൂ അല്ലേ സാധാരണഗതിയിൽ? അല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ എല്ലാ പ്രോബബിലിറ്റീസും നോക്കും. എല്ലാ പ്രോബബിലിറ്റീസും നോക്കിയിട്ട് ഏറ്റവും ശക്തമായ പ്രോബബിലിറ്റി ഏതാണോ അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ അവർ കൊണ്ടുപോകും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഒരു പ്രോബബിലിറ്റി ഇതുണ്ടാകത്തേ ഇല്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ഇതുപോലെ പൾസർ സുനി എന്ന ഒരു വ്യക്തി മാത്രം പ്ലാൻ ചെയ്ത് ആരെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യോ അതെല്ലാം പണമെടുക്കാം. അതിനാദ്യം അങ്ങനെ ഉണ്ടായില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, 21-ാം തീയതി പരാതി കൊടുത്തു, 2 മാസം പിന്നിടുകയാണ്. 2 മാസം പിന്നിട്ടിട്ടും മാധ്യമങ്ങളിൽ ഈ സാധനം വരുമ്പോഴാണ് പോലീസ് ദിലീപിൻ്റെ മൊഴി എടുക്കുന്നത്, അക്കാര്യത്തിലൊരു FIR വേണോ എന്ന് ആലോചിക്കുന്നത്. അല്ല, അതിനകത്ത് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഞാൻ പലപ്പോഴും അത് ദിലീപിൻ്റെ ഭാഗത്ത് വീഴ്ചയായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് ഇങ്ങനെ ഒരു ഭീഷണി വന്നപ്പോൾ കൊടുത്ത പരാതി അന്ന് അന്വേഷണം ആരംഭിച്ചാൽ ഒരു ഡാമേജ് ഇന്നുണ്ടാകുന്ന ഈ ഡിഫമേറ്ററി ഡാമേജസ് ഒക്കെ അന്ന് ദിലീപിനുണ്ടാകാമായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ലാതെ ഇനി അങ്ങ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അന്വേഷണം നടന്നില്ലെങ്കിൽ ഇനി സംഭവിക്കാതിരുന്നാൽ മതി എന്ന് ദിലീപ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പ്രസ് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു, അത് ട്രയലുമായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. ആ ചിന്ത ഇപ്പോൾ പുള്ളിക്ക് അപകടമാക്കിയിട്ടുണ്ട്. കാരണം അത് പ്രസ് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകണമായിരുന്നു. ഇത് പോലീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോലീസ് കണ്ടത് നടിയോടുള്ള ആക്രമണമാണ്. അതിന് തന്നെയാണ് പ്രാധാന്യം. കാരണം മറ്റേടത്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അറ്റംപ്റ്റ് ടു എക്സ്റ്റോർഷനാണ്.
ഫൈലവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എക്സ്റ്റോർഷൻ്റെ അറ്റംപ്റ്റ് മാത്രം നടന്നു എന്നുള്ളതിന് ഒരു വലിയ പ്രാധാന്യമില്ല. അവിടെ പ്രാധാന്യമുള്ള വിഷയം അതല്ല, എങ്ങനെ ജയിലിൽ നിന്നും ഇങ്ങനെ ഒരു കത്ത് പോയി, എങ്ങനെ ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചു, ഈ വിഷയങ്ങളിലെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് പോലും സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അത് ഇനിഷ്യേറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം അത് ഇനിഷ്യേറ്റ് ചെയ്താൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വരും. അതായത് ആ കാര്യത്തിൽ ഒരു ചെറിയ കൊളൂഷൻ പോലീസിൻ്റെ ഭാഗത്തിന് ദിലീപിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അന്നേ അവർ ക്രൈം എടുക്കുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയോ ചെയ്യുകയായിരുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് നടക്കും. ഇപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുള്ളൂ. അപ്പോൾ ഈ 2.5 മാസം മുമ്പ് സംഭവിച്ച കാര്യം എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. അതാ ജയിലിൽ നിന്നുണ്ടായ സംഭവത്തിൽ ജയിലധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയെ സംബന്ധിച്ച് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. അത് 2 ദിവസം മുമ്പ് എടുത്തിട്ടുള്ളൂ. അതിനർത്ഥം ആ കംപ്ലയിൻറ്റ് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പോലീസിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്കും കംപ്ലയിൻറ്റിന് മാത്രം ബോധ്യമുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു അത് താഴേക്ക് വന്നിട്ട് ഞാൻ പറയുന്ന ഒരു 7-8 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ നേരത്തെ സംഭവിക്കുമായിരുന്നു. ഇപ്പോൾ അതായത് ഈ രണ്ടാമത്തെ ഒരു കോപ്രിസണറുടെ മൊഴി വന്നപ്പോൾ ആ കോപ്രിസണർ ഇങ്ങനെ ഒരു 164 കൊടുക്കാൻ പോകുന്നു, അങ്ങനെ 164 എടുക്കേണ്ടി വരുമെന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം പറയുമ്പോൾ ആ സമയത്താണ് ഇതിനെ താഴേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഡിലേ സംഭവിച്ചത്. ഇപ്പോൾ ആ ഡിലേ ഇപ്പോൾ എന്താണോ അന്ന് നടത്തേണ്ടത് അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് താങ്കൾ പറയുന്നത് പോലെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ദിലീപിൻ്റെ ഒരു പരാതി അക്കാര്യത്തിൽ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ അറിയുകയാണെങ്കിൽ ആ ആംഗിളിൽ മാധ്യമങ്ങൾ അത് ചൂഴ്ന്നെടുക്കും. അപ്പോൾ അത് ഒഴിവായി പോവുകയാണെങ്കിൽ ഒഴിവായി പോയിക്കോട്ടെ, ഇനിയില്ലെങ്കിൽ അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പക്ഷേ ദിലീപ് വിചാരിച്ചിട്ടുണ്ടാകാം. എല്ലാം ഉണ്ടാകാം എന്നുള്ള നിലയിൽ മാത്രമാണ്. നമുക്ക് ഇൻഫർമേഷൻസ് വളരെ കുറവാണ് സഹിൻ. പക്ഷേ എങ്കിൽ പോലും ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം മണിക്കൂറുകൾ പോലീസ് അന്വേഷണം അല്ലെങ്കിൽ പോലീസിൻ്റെ മൊഴിയെടുക്കൽ തുടരുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ അകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീർപ്പ് പറയാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള എവിഡൻസ് നമുക്ക് ലഭ്യമാക്കുന്ന വിധത്തിൽ അവിടെ നമുക്ക് പോലീസിൻ്റെ ഇൻഫർമേഷൻ സ്വാഭാവികമായ മാധ്യമങ്ങൾക്ക് ഇടവേളകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടുമല്ലോ. ആ നിലയിൽ ഇനി എത്ര മണിക്കൂർ നീളാൻ സാധ്യതയുണ്ട്, ഏതാണ്ട് പൂർത്തിയായി തുടങ്ങിയ കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ലഭ്യമാണോ? നികേഷ്, ഇതിൽ 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ അകത്തുള്ളത്. ഒന്ന് ADGP ബി സന്ധ്യ, മറ്റൊന്ന് എറണാകുളം റൂറൽ SP ആയിട്ടുള്ള AV ജോർജ്, മൂന്നാമതുള്ളത് ഈ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന പെരുമ്പാവൂർ CI ബൈജു പൗലോസ് എന്നീ 3 പേർ മാത്രമാണ്. പിന്നെ അതിനകത്തുള്ളത് ഒരു റൈറ്ററാണ്. ഈ 3 പേർ അവരുടെ മൊബൈൽ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരുടെ ഇടവേളകളിൽ ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് എത്ര മണിക്കൂർ ഈ അന്വേഷണം നീളും അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ നീളുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. മാത്രമല്ല ഒരു കാര്യം അവർ തറപ്പിച്ച് പറയുന്നുണ്ട്, ഇന്ന് ഒരു പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടാവുകയില്ല, അത്തരത്തിലുള്ള വിശദീകരണം നൽകാൻ പോലീസിന് കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തീർത്ത് പറയുന്നത്. നികേഷ്, ADGP സന്ധ്യ, AV ജോർജ് റൂറൽ SP, ബൈജു പൗലോസ് CI അന്വേഷണ ഉദ്യോഗസ്ഥൻ. AV ജോർജാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ദിലീപിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ തന്നെയും ദിലീപിനെ വിളിച്ചു വരുത്തുന്നത് ഗൂഢാലോചന കേസിലാണ് എന്നുള്ളതാണ്. അല്ല, അന്വേഷണം നടക്കുന്നത് ഗൂഢാലോചന കേസിലാണ് എന്നുള്ളതാണ്. വിളിച്ചു വരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞില്ല. അന്വേഷണം നടക്കുന്നത് ഗൂഢാലോചന കേസിലാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്താണ് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയാം. ഈ പോലീസ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റേജിൽ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് വേണ്ടി തരുന്ന ഇൻഫർമേഷൻ അല്ല. ആ ഇൻഫർമേഷൻ അത് കേൾക്കേണ്ട ആളുകൾക്കും കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതിലൂടെ അവർ ചിലത് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് സത്യസന്ധമായ ഇൻഫർമേഷൻ അവർ തരാതിരിക്കുന്നതാണ് ശരി ഇപ്പോൾ യഥാർത്ഥത്തിൽ. കാരണം ആ ഇൻവെസ്റ്റിഗേഷനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ശരിയാകണമെന്നില്ല, അവർ പറഞ്ഞതൊക്കെ ശരിയാകണമെന്നില്ല. നാളെ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് സത്യസന്ധമായി അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ. അതായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ്റെ ശരി, അത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഒരു പക്ഷേ മറ്റേ ക്രൈമും എടുത്തിട്ടുണ്ടാകാം, അതിലും വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടാകും. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോൾ ചർച്ച ചെയ്യാനും പാടില്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി. അക്കാര്യത്തിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒപ്പം തന്നെ സഹിൻ ആൻ്റണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. അല്പസമയത്തിനകം തന്നെ ദിലീപ് പോലീസ് ക്ലബിൽ നിന്ന് പുറത്തു വരും എന്നും കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം അന്വേഷണത്തിൽ ഏത് നിലയിൽ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് തത്സമയം കാണാം എന്നും പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത സജിത മഠത്തിൽ നിന്ന് നന്ദി. ന്യൂസ് ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.